നമസ്കാരം. പിണറായി വിജയന്റെ നവകേരള സർക്കിട്ട് തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസുകാരുടേത്. പക്ഷേ പോലീസുകാരുടെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെയും തല്ലുകൊണ്ടതല്ലാതെ പ്രതീക്ഷിച്ച പ്രതിഷേധമൊന്നും നടത്താൻ യൂത്ത് കോൺഗ്രസുകാർക്ക് കഴിഞ്ഞില്ല. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഡിവൈഎഫ്ഐ ഗുണ്ടകളും വളഞ്ഞിട്ടാക്രമിച്ചതോടെയാണ് കളി കാര്യമായത്. അതുവരെ ഇല്ലാതിരുന്ന നേതാക്കളുടെ പിന്തുണ യൂത്ത് കോൺഗ്രസുകാർക്ക് കിട്ടി. എന്നിട്ടും അവർ വേണ്ടത്ര രീതിയിൽ ഉണർന്നില്ല. കൊല്ലത്ത് യുവമോർച്ചക്കാർ പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുന്നത് വരെ. യുവമോർച്ചക്കാരുടെ കൊല്ലത്തെ പ്രതിഷേധം അപ്രതീക്ഷിതമായിരുന്നു. പോലീസിന് പോലും തടയാനായില്ല. ഇടയ്ക്ക് വന്നുപെട്ടുപോയ രണ്ട് കമ്മികൾ പൊതിരെ തല്ലുവാങ്ങുകയും ചെയ്തു. തങ്ങളുടെ പകുതി അംഗസംഖ്യ പോലുമില്ലാത്ത യുവമോർച്ചക്കാർ വന്ന് ഡിവൈഎഫ്ഐക്കാരെ പഞ്ഞിക്കിടുന്നത് കണ്ടതോടെ ഇവന്മാർ ഇത്രയേ ഉള്ളൂ എന്നൊരു ചിന്ത യൂത്ത് കോൺഗ്രസുകാർക്കുണ്ടായി. യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ പോലീസും ഡിവൈഎഫ്ഐ ഗുണ്ടകളും നടത്തുന്ന നരനായാട്ടിനെതിരെ ഇക്കഴിഞ്ഞ ബുധനാഴ്ച നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചോടെയാണ് തീ പോലെ യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം ആളിപ്പടർന്നത്. സഹികെട്ട് അവർ തിരിച്ചടിച്ചു തുടങ്ങിയതാണ്. പക്ഷേ അതിനുശേഷം രംഗം വഷളായി. എപ്പോൾ മുതലാണ് ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിലെ നിരത്തുകൾ യുദ്ധക്കളമായി തുടങ്ങിയത്? തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് LDF കൺവീനർ EP ജയരാജൻ രംഗത്ത് വന്നതിനു ശേഷം, EP ജയരാജന്റെ ആഹ്വാനത്തിനു ശേഷമാണ് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വീണ്ടും അഴിഞ്ഞാടാൻ തുടങ്ങിയത്. വെറുതെ ഇരുന്നവരെ യൂത്ത് കോൺഗ്രസുകാരോ യുവമോർച്ചക്കാരോ കയറി അടിച്ചില്ല. സഹിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിനു ശേഷമാണ് യുവമോർച്ചക്കാരുടെ പിന്നാലെ യൂത്ത് കോൺഗ്രസുകാരും അടിച്ചു തകർത്തു തുടങ്ങിയത്. ഡിവൈഎഫ്ഐക്കാരുടെ ഇപ്പോഴത്തെ അഴിഞ്ഞാട്ടത്തിനു പിന്നിൽ EP ജയരാജന്റെ ആഹ്വാനം തന്നെയാണ്. ഇന്നലെ വെഞ്ഞാറമൂട് പോലീസ് കരുതൽ തടങ്കലിലെടുത്ത കോൺഗ്രസ് പ്രവർത്തകരെ സ്റ്റേഷനുള്ളിൽ കയറിയാണ് ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ അതിക്രൂരമായി മർദ്ദിച്ചത്. പോലീസാകട്ടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും ചെയ്തു. അങ്ങനെ കാഴ്ചക്കാരായി നിന്നത് അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കാൻ വഴിയില്ല. മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചതായിരിക്കാനാണ് സാധ്യത. ഇതിനുശേഷം ഇന്നലെ രാത്രി ആറ്റിങ്ങലിൽ യൂത്ത് കോൺഗ്രസുകാരനായ സുഹൈലിന്റെ വീട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ചു തകർത്തു. അതിനുശേഷം സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ CPM നേതാവും ആറ്റിങ്ങൽ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A നജാബിൻ്റെയും സഹോദരി സാഹിറ ബീവിയുടെയും വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. ഇന്ന് കാട്ടാക്കട വെച്ച് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചത് മഞ്ഞ ടീഷർട്ട് ധരിച്ചെത്തിയ ഡിവൈഎഫ്ഐ ഗുണ്ടകളായിരുന്നു. കാട്ടാക്കടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനം ഇടിച്ചിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലൊടിഞ്ഞു. വീടുകൾക്ക് നേരെയും പോലീസ് സ്റ്റേഷനുള്ളിൽ കയറിയുമൊക്കെ അക്രമം അഴിച്ചുവിടാൻ ഡിവൈഎഫ്ഐക്ക് ധൈര്യമുണ്ടായത് EP ജയരാജന്റെ ആഹ്വാനത്തോടെ തന്നെയാണ്. മുഖ്യമന്ത്രിയാകട്ടെ പൊതുജനങ്ങളെ പല്ലിളിച്ചു കാണിക്കുന്നത് പോലെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ നടത്തുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് വീണ്ടും ന്യായീകരിക്കുന്നു. ആഹ്വാനം ചെയ്ത ജയരാജനാകട്ടെ ആഹ്വാനം ചെയ്തിട്ട് അതുവഴിയങ്ങ് പോകുകയും ചെയ്തു. അപ്രതീക്ഷിതമായി ഇന്ന് പലയിടങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി പ്രതിഷേധം നേരിടേണ്ടി വന്നു. പ്രതിഷേധിച്ചത് യൂത്ത് കോൺഗ്രസുകാർ മാത്രമായിരുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധകളും വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നാളെ ഒരു ദിവസം കൂടിയുണ്ട്. നാളെ നവകേരള സദസ്സിൻ്റെ അന്ത്യമാണ്, അതായത് സമാപനമാണ് വട്ടിയൂർക്കാവിൽ. ഇന്ന് രാവിലെ ചിലയിടങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ബസ്സിന് മുന്നിൽ 3-4 കിലോമീറ്റർ ഇടവിട്ടാണ് പൈലറ്റ് വാഹനങ്ങൾ സഞ്ചരിച്ചത്. അതായത് അകമ്പടി വാഹനങ്ങളെല്ലാം ആദ്യം കടന്നുപോയ അകമ്പടി വാഹനങ്ങൾ 3-4 കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിക്കൂട്ടങ്ങളും സഞ്ചരിക്കുന്ന ബസ്സും ഒരു അകമ്പടി വാഹനവും കടന്നുപോയത്. മുന്നിൽ ചീറിപ്പാഞ്ഞു പോകുന്ന അകമ്പടി വാഹനങ്ങൾ കണ്ട മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ബസ് പിന്നാലെ വരുന്നുണ്ടെന്ന് ധരിക്കുകയും കുറച്ചു നേരത്തിനു ശേഷവും ബസ്സിനെ കാണാത്തതിനാൽ പ്രതിഷേധിക്കാൻ ആരെങ്കിലും കരിങ്കൊടിയുമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ബസ് വരുന്നില്ല എന്ന് കരുതി പൊയ്ക്കോളുമല്ലോ എന്ന് കരുതിയുമാണ് അകമ്പടി വാഹനങ്ങളെല്ലാം വിട്ട് കുറേ സമയത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയത്. കാരണം പിണറായി വിജയന് മാത്രമല്ല, അകമ്പടി ഒരുക്കുന്നവർക്കും ഇപ്പോൾ ഭയമാണ്. ഭയം യൂത്ത് കോൺഗ്രസുകാരെയോ യുവമോർച്ചക്കാരെയോ അല്ല, കേരളത്തിലെ പൊതുജനങ്ങളെ മുഴുവനും ഭയമാണ്. വരും ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ പലതിനും കേരളം സാക്ഷ്യം വഹിക്കും എന്നു തന്നെ പ്രതീക്ഷിക്കാം. അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം.